ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ചിപ്സിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ എല്ലാവരും പല വെറൈറ്റി ചിപ്സുകൾ കഴിച്ചിട്ടുണ്ടാവും. ബനാന ചിപ്സ് അല്ലെങ്കിൽ ചക്ക ചിപ്സ്, അങ്ങനെ പല വെറൈറ്റി കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി ബീട്രൂട്ട് വെച്ചിട്ടുള്ളൊരു ചിപ്സാണ്. അതാരും കഴിച്ച് കാണാൻ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് ആ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഈ സ്നാക്സ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്ക് സ്നാക്സിന് പകരം നമുക്ക് ഈ ബീട്രൂട്ട് ചിപ്സ് കൊടുക്കാം. ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിപ്സിനൊക്കെ പകരം നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതിൽ എപ്പോഴും നല്ലത്. അപ്പം നമുക്കിത് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ ഇത്തിരി എരിവും കൂടെ ഒക്കെ ചേർക്കുന്നതുകൊണ്ട് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു ചിപ്സ്. നമുക്ക് വലിയവർക്കായാലും ഇഷ്ടപ്പെടും, നല്ല ഹെൽത്തിയുമാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വലിയൊരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. ചെറിയ ബീട്രൂട്ട് ആണെങ്കിൽ നമുക്ക് 2 എടുക്കാം. ഞാനിത് വലിയ ബീട്രൂട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ നീളത്തിലാണ് ഈ ബീട്രൂട്ട് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം ഈ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഞാനത് നീളത്തിൽ അരിയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും അരിയാം, പക്ഷേ നമുക്ക് വളരെ തിന്നായിട്ട് അരിയണമെന്ന് മാത്രം. ഞാനിതിപ്പോൾ നീളത്തിലാണ് അരിയുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ആദ്യം വട്ടത്തിൽ അരിഞ്ഞിട്ട് നമ്മളിങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുക. നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് നീളത്തിൽ അരിയാം. പക്ഷെ ഞാനിത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് അരിഞ്ഞു കൊടുക്കുക നീളത്തിൽ. ആ വലിയ ബീട്രൂട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ അരിഞ്ഞത്. നമ്മളെ വളരെ തിന്നായിട്ട് അരിയണമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ബീട്രൂട്ടൊക്കെ വേഗവാൻ എപ്പോഴും തിന്നായിട്ട് അരിയുന്നതാണ് നല്ലത്. അപ്പം നമുക്കിനി ഇതിനകത്ത് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. ആദ്യം ഞാനൊരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 ഇടാം. ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഇടുന്നത്. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ ഈ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പം ബീട്രൂട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, പിള്ളേർക്ക് കഴിക്കാനൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുമല്ലോ. അതിനുശേഷം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ പക്ഷേ ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ബീട്രൂട്ട് തന്നെ വെള്ളം ഉണ്ടായതുകൊണ്ട് അത് ആ ഒരു മിക്സ്ചർ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വരും. ഈ പൊടികളെല്ലാം കൂടെ ആ ബീട്രൂട്ടിൻ്റെ വെള്ളത്തിൽ തന്നെ ഒന്ന് മയപ്പെടുത്തി കിട്ടും. അപ്പോൾ നമ്മൾ കൈ വെച്ചോ സ്പൂൺ വെച്ചോ എങ്ങനെയാണെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു 5 മിനിറ്റ് നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പിന്നെ നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ നമ്മളത് വറുത്തെടുക്കാൻ വേണ്ടിയുള്ള എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം ഈ ബീട്രൂട്ട് എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും വേഗം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് കോരിയെടുക്കാം. വളരെ നല്ല ക്രിസ്പി ആയിട്ട് ഈ ചിപ്സ് കിട്ടും നമുക്ക്. അപ്പോൾ ബാക്കിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ചിപ്സ് ആയിരിക്കും ഇത്. കാരണം ഇത് നല്ല ക്രിസ്പിയാണ്, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്ന നല്ല ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.